ഓഫീസിൽ നിന്നും ഇറങ്ങാൻ അല്പം വൈകി. സമയം നോക്കുമ്പോൾ 6 മണിയാകാനായിട്ടുണ്ട്. തല വേദനിച്ചു വരുന്നുണ്ട്. എത്രയും വേഗം വീട്ടിലെത്തണം. നന്നായൊന്ന് കിടന്നുറങ്ങണം. വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് ശിവജിത്ത് വേഗത്തിൽ നടന്നു. മുറ്റത്തേക്ക് വണ്ടി കയറ്റുമ്പോഴേ കണ്ടു പടിഞ്ഞാറേ മുറ്റത്തെ അയലിൽ നിന്നും അലക്കി വിരിച്ചിരുന്ന തുണികൾ എടുക്കുന്നവളെ. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ വണ്ടിയിൽ നിന്നിറങ്ങി ഉമ്മറത്തേക്ക് കയറി. മുറ്റത്തൊരു വണ്ടി വന്നു നിന്നതറിഞ്ഞ് അവൾ വേഗത്തിലൊന്ന് തിരിഞ്ഞു നോക്കി. അവനാണെന്ന് കണ്ടതും അവൾക്കുള്ളിൽ ചെറുതല്ലാത്തൊരു ആശ്വാസം വന്നു നിറഞ്ഞു. അല്ലെങ്കിൽ 5:30 ആകുമ്പോൾ വീട്ടിൽ എത്തുന്നതാണ്. കുറെ നേരമായവൾ അവൻ വരുന്നതും നോക്കി കാത്തു നിൽക്കുന്നു. അവൾ തുണിയെല്ലാം അകത്തെ മുറിയിൽ കൊണ്ടുപോയി വെച്ച ശേഷം അടുക്കളയിലേക്ക് ചെന്നു. അവനിഷ്ടപ്പെട്ട ഏലക്കായയിട്ട പാലൊഴിച്ച ചായയുണ്ടാക്കി. അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച ശേഷം അതും കൊണ്ട് അവന്റെ മുറിയിലേക്ക് നടന്നു. അവൻ കട്ടിലിൽ കമിഴ്ന്നു കിടക്കുകയാണ്. വേഷം പോലും മാറിയിട്ടില്ല. വന്ന അതേ വേഷത്തിലാണ്. അതുകണ്ട് അവളുടെ നെറ്റി ചുളിഞ്ഞു. ഇതെന്തു പറ്റിയാവോ? വേഷം പോലും മാറാതെ ഇങ്ങനെ കിടക്കുന്നത് പതിവില്ലാലോ. ജിത്തേട്ടാ, ചായ ഇവിടെ വെച്ചിട്ടുണ്ടേ. അവൾ മുറിയിലിട്ട ടീപ്പോയിൽ ചായ ഗ്ലാസ് വെച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അവനൊന്ന് മൂളിയതേയുള്ളൂ. തലയുയർത്തി നോക്കിയത് പോലുമില്ല. അവളൊന്ന് അവനെ തന്നെ നോക്കിക്കൊണ്ട് പതിയെ മുറിക്ക് പുറത്തേക്ക് നടന്നു. അവൾ പോയതും ജിത്തു മെല്ലെ എഴുന്നേറ്റിരുന്നു. പിന്നെ ആ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു. ആ ചായ ഒന്ന് കുടിച്ചപ്പോൾ തന്നെ അവന് കുറച്ച് ആശ്വാസം തോന്നി. ഗ്ലാസ് ടീപ്പോയിൽ തന്നെ വെച്ച് വീണ്ടും കുറച്ചു നേരം കിടന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഗ്ലാസ് എടുക്കാൻ വന്ന അർച്ചന വീണ്ടും അവൻ കിടക്കുന്നതാണ് കാണുന്നത്. നോക്കുമ്പോൾ ചായ കുടിച്ചിട്ടുണ്ട്. ജിത്തേട്ടന് എന്താ പറ്റിയത്? എന്തോ വയ്യായ്മയുണ്ടാകും. എന്തായിരിക്കും? ഒരേ കിടപ്പ് കിടക്കുന്ന ജിത്തുവിനെ കണ്ട് അവൾ ചിന്തിച്ചു. പക്ഷേ ചോദിക്കാൻ വയ്യ. അല്ലെങ്കിൽ തന്നെ ജിത്തേട്ടൻ ഇപ്പോൾ എല്ലാത്തിനും ദേഷ്യമാണ്. അപ്പോൾ പിന്നെ വയ്യാത്തപ്പോൾ ചെന്ന് ചോദിച്ചാലുള്ള കാര്യം പറയണ്ടല്ലോ. അവന്റെ വായിൽ നിന്ന് നല്ലത് കേൾക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അവൾ ഒഴിഞ്ഞ ഗ്ലാസും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. കുറച്ചു നേരം കൊണ്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിയപ്പോൾ തന്നെ അവന്റെ തലവേദന കുറഞ്ഞിരുന്നു. അവൻ ചെന്ന് കുളിച്ചു. തലയൊന്ന് തണുത്തതും അവൻ ഉഷാറായി. രാത്രി അത്താഴം കഴിക്കാൻ വന്നിരുന്നതും മേശപ്പുറത്തെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അവന്റെ അമ്മ ഗീതയും അവിടേക്ക് വന്നു. അവരവന്റെ പ്ലേറ്റിലേക്ക് അവനിഷ്ടമുള്ളതെല്ലാം വിളമ്പിക്കൊടുത്തു. മതി അമ്മേ, ഇത്രയൊന്നും വേണ്ട. അവൻ പ്ലേറ്റിന് മുകളിൽ കൈവെച്ചുകൊണ്ട് അമ്മയോട് പറഞ്ഞു. നിനക്കിത് ഇഷ്ടമായിരുന്നല്ലോ, പിന്നെന്താ? നല്ല വലിയ മത്തി പൊരിച്ചത് വേണ്ടെന്ന് പറഞ്ഞ അവനെ കണ്ട് അമ്മ ചോദിച്ചു. അല്ല, ഇതെന്താ നിന്റെ കണ്ണും മുഖവും ആകെ വല്ലാതിരിക്കുന്നേ? അപ്പോഴാണ് അവരവന്റെ ഇടുങ്ങിയ കണ്ണുകൾ ശ്രദ്ധിച്ചത്. ഏയ്, അതൊന്നുമില്ല. ചെറിയൊരു തലവേദനയുണ്ടായിരുന്നു. കുറച്ചു നേരം ഒന്നുറങ്ങി. പിന്നെ തലയൊന്ന് നനച്ചപ്പോൾ അതങ്ങ് മാറിപ്പോയി. അവൻ പറഞ്ഞതും അവരവനെ ഒന്ന് നോക്കി. ശരിക്കും മാറിയോ? ഇല്ലേ, നീ കള്ളം പറയുകയാണോ? അവരവന്റെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് ചോദിച്ചു. അവനെന്തെങ്കിലും ചെറിയൊരു പനി വന്നാൽ പോലും അവർക്ക് പേടിയാണ്. എല്ലാ അമ്മമാരും അങ്ങനെയായിരിക്കുമല്ലേ? അല്ല, അങ്ങനെയല്ല. അങ്ങനെയുള്ള അമ്മമാരും ഉണ്ടാകുമല്ലേ? ആ കാര്യം, അതൊരു ചെറിയ തലവേദനയായിരുന്നു. അതങ്ങ് മാറിപ്പോയി, അവൻ പറഞ്ഞു. അവരൊന്ന് മൂളി. പിന്നെ അമ്മ വിളിച്ചിരുന്നു. എന്നിട്ടെന്താണെന്നോ? നീ ഇങ്ങനെ ഒറ്റയാൻതടിയായി നടക്കാമെന്നാണോ വിചാരിച്ചിരിക്കുന്നേ? അവൾക്ക് അറിയുന്നൊരു കുട്ടി. അവളെ വീട്ടിന്ന് കുറച്ചേ ഉള്ളൂന്നാ പറഞ്ഞേ. നല്ല കുട്ടി. നിനക്ക് വേണ്ടി അവളെ ആലോചിച്ചാലോ എന്നുണ്ട് അവൾക്ക്. അമ്മ പറഞ്ഞതും അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. കേൾക്കാത്തതുപോലെ കഴിച്ചുകൊണ്ടിരുന്നു. നീ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? അമ്മ അവന്റെ കയ്യിലൊന്ന് പതിയെ തട്ടിക്കൊണ്ട് ചോദിച്ചു. ആ, കേൾക്കുന്നുണ്ട്. അമ്മ പറഞ്ഞോ? അവൻ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു. അവള് പറയുന്നേ ആ കുട്ടിക്ക് നല്ല ആലോചനകളൊക്കെ വരുന്നുണ്ടെന്നാ. അതുകൊണ്ട് എത്രയും വേഗം അവളെ പോയി പെണ്ണ് കാണണമെന്ന്. നമുക്ക് ഈ ഞായറാഴ്ച ഒന്ന് അവിടം വരെ പോയാലോ? അമ്മ വലിയ പ്രതീക്ഷയോടെ അവനോട് പറഞ്ഞതും അവനൊന്ന് അമ്മയെ തറപ്പിച്ചു നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിക്കുകയൊന്നും വേണ്ട. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഞായറാഴ്ച തന്നെ പോകാമെന്ന്. അച്ചുവിനും കൂടി നല്ലൊരു ആലോചന കണ്ടുപിടിച്ചാൽ നമുക്ക് 2 പേരുടേതും കൂടി ഒരുമിച്ച് നടത്താമായിരുന്നു. അമ്മയ്ക്കിതെന്തായിപ്പോയി? അത്രയും ഡിമാൻഡുള്ള കുട്ടിയാണെങ്കിൽ അങ്ങ് പോട്ടെ. നമുക്ക് ഡിമാൻഡില്ലാത്ത ഒരു സാധാരണ പാവം പിടിച്ച ഏതെങ്കിലും പെണ്ണ് എവിടെയും ഉണ്ടാവും. ഞാൻ അതിനെ കെട്ടി ജീവിച്ചോളാം. ഇത് നമുക്ക് വേണ്ട അമ്മേ. അമ്മ ചേച്ചി വിളിക്കുമ്പോൾ പറഞ്ഞേക്ക്.
അവൻ അത്രമാത്രം പറഞ്ഞുകൊണ്ട് കളിച്ചെഴുന്നേറ്റു. എങ്കിൽ നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ അച്ചുവിനെ കല്യാണം കഴിപ്പിക്കാൻ പോവുക. നിന്നെപ്പോലെ അവളെ ഇങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ, അമ്മ പറയുന്നുണ്ട്. അവൻ അതും കേട്ടില്ലെന്ന് നടിച്ചു. പിന്നെ ഒരു സംസാരത്തിനിടം കൊടുക്കാത്തതുപോലെ മുറിയിലേക്ക് ഒരൊറ്റ പോക്കായിരുന്നു. അമ്മ അവനെ തന്നെ നോക്കി നിന്നു എന്നല്ലാതെ പിന്നെയൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് അവർക്കറിയാമായിരുന്നു. ഇപ്പോൾ ഒരുപാട് തവണയായി അവന്റെ പിന്നാലെ ഇങ്ങനെ കല്യാണക്കാര്യം പറഞ്ഞ് അവർ നടക്കുന്നു. എല്ലാ പ്രാവശ്യവും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറും. എന്നാൽ നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അർച്ചന അമ്മയും മകനും തമ്മിലുള്ള സംസാരം കേട്ടിരുന്നു. അവന്റെ കല്യാണക്കാര്യം കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് നെഞ്ചിൽ തീയാണ്. അവനെ മറ്റൊരാളുമായി കൂട്ടി ചിന്തിക്കാൻ പോലും അവൾക്കാകുമായിരുന്നില്ല. എപ്പോഴാണ് എന്നറിയില്ല, വളരെ കാലങ്ങൾക്ക് മുൻപേ മനസ്സിൽ പതിഞ്ഞു പോയതാണ് അവൻ. ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അവൾക്ക് അവൻ ജീവനാണ്. അല്ലെങ്കിലും അവൾ എങ്ങനെ പറയാനാണ്? അവളോടൊന്ന് മര്യാദയ്ക്ക് സംസാരിക്കുക പോലുമില്ല അവൻ. പിന്നെ തന്റെ ഇഷ്ടം പറഞ്ഞാൽ അത് ഒട്ടകത്തിന് ഇടം കൊടുത്തതുപോലെയാകും. അവനോട് ഇഷ്ടം പറയാനുള്ള യോഗ്യതയും അർഹതയും അവൾക്കില്ലെന്നറിയാം. എങ്കിലും അവൾക്കിഷ്ടമാണ് അവനെ, ഒത്തിരി ഒത്തിരി. ഇപ്പോൾ ഒരുപാട് തവണയായി അവന്റെ വിവാഹക്കാര്യം വീട്ടിൽ ഇങ്ങനെ ചർച്ചയാവുന്നു. അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് നെഞ്ചിൽ നിന്നൊരു പിടച്ചിലാണ്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി അവൻ അതിൽ നിന്നും എപ്പോഴും ഒഴിഞ്ഞു മാറും. എന്താണങ്ങനെ? ഇനി ജിത്തേട്ടൻ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? കൂടുതൽ ചിന്തിച്ചു നിന്നാൽ തനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയതും അവൾ പാത്രം കഴുകിക്കൊണ്ടിരുന്നത് വേഗത്തിലാക്കി. മുറിയിൽ ചെന്ന് അവൻ കട്ടിലിൽ വന്നു മലർന്നു കിടന്നു. അടുക്കളയിൽ നിന്നും പാത്രം കഴുകുന്ന ശബ്ദം കേട്ടതാണ്. അപ്പോൾ തീർച്ചയായും ഹാളിൽ നടന്ന സംസാരം അവൾ കേട്ടിട്ടുണ്ടാകും. അങ്ങനെയെങ്കിൽ അവൾക്ക് സങ്കടമായി കാണും. അവൻ അവളെക്കുറിച്ചോർത്തു. ജിത്തുവിന്റെ അച്ചമ്മയുടെ ആങ്ങളയുടെ മകളുടെ മകളാണ് അർച്ചന. അതായത് അച്ഛന്റെ സഹോദരിയുടെ മകൾ. വർഷങ്ങൾക്ക് മുൻപ് ഒരു റോഡപകടത്തിൽ അവളുടെ അമ്മയും അച്ഛനും മരിച്ചു. അന്ന് അവൾക്ക് 10 വയസ്സേ ഉള്ളൂ. ഒറ്റ മകളാണ്. അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും പോയതിൽ പിന്നെ അവൾ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. പിന്നീട് കുറച്ചു കാലം അമ്മ വീട്ടിലും അച്ഛന്റെ തറവാട്ടിലുമായി നിന്നു. എന്നാൽ അവൾ വളർന്നു വരുമ്പോൾ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അവൾ ഒരു ബാധ്യതയാകുമെന്ന് തോന്നിയപ്പോൾ അവളുടെ അച്ഛൻ വീട്ടുകാർ മെല്ലെ അവളെ കൈയൊഴിഞ്ഞു. അവളുടെ അമ്മയ്ക്ക് 2 ആങ്ങളമാരാണ്. അമ്മയും അച്ഛനും ഇല്ലാത്ത പെങ്ങളുടെ കുട്ടി എന്ന സ്നേഹം അവർക്കാദ്യമൊക്കെ അവളോടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ ഭാര്യമാർ അവരുടെ സ്വഭാവം മാറ്റിയെടുത്തു. ആദ്യം മയത്തിൽ പറഞ്ഞു നോക്കി. എന്നാൽ അതൊന്നും കാര്യം കാണില്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നീട് അവർക്ക് വാശിയും ദേഷ്യവുമായി. അവളുടെ പേരും പറഞ്ഞ് വീട്ടിൽ ഏതു സമയവും വഴക്കായി. ഭാര്യമാർ ചെവിക്ക് സ്വൈര്യം തരില്ലെന്നായി. കുടുംബത്തിലെ സമാധാനം നശിക്കുമെന്നായപ്പോൾ അവർ ഭാര്യമാരുടെ ഭാഗം ചേർന്നു. അവളെ കുത്തുവാക്കുകൾ കൊണ്ടു വീട്ടിലെ പണി മുഴുവൻ എടുപ്പിച്ചു അവളുടെ ആ 2 മാമിമാരും സുഖം കണ്ടെത്തി. അവൾ ഒന്നും എതിർത്ത് പറയില്ലായിരുന്നു. എല്ലാം ഉള്ളിലൊതുക്കി അവർ പറയുന്നതെല്ലാം അനുസരിക്കും. കാരണം അവൾക്ക് അവളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. ചോദിക്കാനും പറയാനും അമ്മയും അച്ഛനും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ എന്താണെന്ന് അവൾക്ക് നന്നായിട്ടറിയാമായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് മനസ്സുരുകിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു അവിടെ, അവളുടെ അമ്മയുടെ അച്ഛൻ. മക്കൾ വിവാഹം കഴിച്ച് ഒരു കുടുംബമായാൽ ചില മക്കൾക്കെങ്കിലും പിന്നെ അച്ഛനമ്മമാരെ കണ്ടുകൂടാതാവും. അങ്ങനെ തന്നെയായിരുന്നു അയാളുടെ വീട്ടിലെയും അവസ്ഥ. അയാളുടെ ഭാര്യ കുറച്ചു മുൻപ് മരിച്ചു പോയിരുന്നു. അങ്ങനെയെങ്കിൽ വീട്ടിലെ അവസ്ഥ പിന്നെ പറയേണ്ടതില്ലല്ലോ. സ്വന്തം മകളുടെ കുട്ടി വീട്ടിലൊരു വേലക്കാരിയെപ്പോലെ കഷ്ടപ്പെടുന്നത് അയാൾക്ക് സഹിച്ചില്ല. മക്കളോടും മരുമക്കളോടും ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായപ്പോൾ അയാൾ അയാളുടെ സഹോദരിയോട് സങ്കടം പറഞ്ഞു. അവരാണ് ജിത്തുവിന്റെ അച്ഛമ്മ. അവർ പിന്നെ ഒന്നും നോക്കിയില്ല. അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അന്നു മുതൽ അവൾ ഇവിടെയാണ്. അന്ന് ജിത്തുവിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അയാൾക്ക് നല്ല സ്വഭാവമാണ്. അവളുടെ അമ്മ അയാൾക്ക് സ്വന്തം സഹോദരി തന്നെയാണ്. അവർ തമ്മിൽ നല്ല സ്നേഹത്തിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ സ്വന്തം മകളെപ്പോലെ തന്നെ അവളെ നോക്കി. അവൾക്കൊന്നിനും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിനു ശേഷമാണ് അമ്മയും അച്ഛനും പോയതിൽ പിന്നെ അവൾ സ്വസ്ഥതയും സ്നേഹവും എന്തെന്ന് അറിയുന്നത്. ജിത്തുവിന്റെ അമ്മയ്ക്കും അവളെ വലിയ കാര്യമാണ്. അവരുടെ 2 മക്കളുടെ കൂട്ടത്തിൽ അവരിലൊരാളായി അവളും വളർന്നു. എപ്പോഴാണ് ആദ്യമായി അവളോട് ഇഷ്ടം തോന്നിയതെന്നറിയില്ല. എങ്കിലും പണ്ട് അച്ഛമ്മയും അവളുടെ അമ്മച്ചനും കൂടിയിരുന്ന് പറയുമായിരുന്നു, ഇവളെ നമുക്ക് ജിത്തുവിനെക്കൊണ്ട് കെട്ടിച്ചാലോ എന്ന്.
അതു കേട്ട് അച്ഛനും അമ്മയും അതേ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ കൂടി ചിരിക്കും. അത് വീണ്ടും പലതവണ ആവർത്തിച്ചു. അങ്ങനെയാണ് അവൾ തന്റെ അനിയത്തിയല്ലെന്നും അവളെ കെട്ടുന്നത് കൊണ്ട് കുഴപ്പമില്ലെന്നും മനസ്സിലായത്. പിന്നീട് തന്റെ ഉള്ളിൽ അവളോട് തോന്നിയത് സൗഹൃദം മാത്രമായിരുന്നു. അവൾ എപ്പോഴും തനിക്കരികിൽ തന്നെയുണ്ടായിരുന്നു. എന്തിനും ഏതിനും കൂടെയുണ്ടായിരുന്നു. അതിന്റെ ഇടയിലാണ് അച്ഛന്റെ മരണം. പിന്നീട് കുടുംബത്തിന്റെ മൊത്തം കാര്യവും തന്റെ ഉത്തരവാദിത്തമായി. +2 കഴിഞ്ഞപ്പോൾ ഇനി പഠിക്കാൻ പോകുന്നില്ല, എന്തെങ്കിലും ജോലിക്ക് പൊക്കോളാം എന്ന് അർച്ചന പറഞ്ഞതാണ്. പക്ഷേ എന്തോ അതിനു മനസ്സ് വന്നില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവളെ പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. താനും ചേച്ചിയും പഠിക്കുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയല്ലേ അവളും. അവളെ മാത്രം ജോലിക്ക് പറഞ്ഞയക്കുമ്പോൾ അവൾക്കാരുമില്ലാത്തതുകൊണ്ടാണെന്ന് അവൾ കരുതും. അങ്ങനെ അവൾക്ക് തോന്നരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ നിർബന്ധം കൊണ്ട് അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ട്യൂഷൻ എടുത്തും മറ്റും അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത് അവൾ തന്നെ കണ്ടെത്തിയിരുന്നു. അവനെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് താൻ ഇവിടെ ഇങ്ങനെ കഴിയുന്നത്. ഇവർക്ക് തന്നെ ഇവിടെ നിർത്തേണ്ട ഒരു കാര്യവുമില്ല. അവരിങ്ങനെ ചെയ്തില്ലെങ്കിൽ തറവാട്ടിൽ മാമിമാർക്കിടയിൽ കിടന്ന് താൻ ഇല്ലാതായേനെ. ഡിഗ്രി കഴിഞ്ഞപ്പോൾ സ്വന്തമായൊരു ജോലിയും നേടി. ജോലി കിട്ടിയിട്ട് ഇപ്പോൾ 1 വർഷം ആകുന്നേയുള്ളൂ. നന്നേ ചെറുതല്ലാത്ത ഒരു കമ്പനിയിൽ അക്കൗണ്ടന്റ് ആണ്. അതിനിടയ്ക്ക് ചേച്ചിയുടെ കല്യാണം വന്നു. അതിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് അവൻ തന്നെയായിരുന്നു. സ്വന്തമായി വീടുള്ളതുകൊണ്ട് ആധാരം പണയം വെച്ച് ലോണെടുത്തു. ലോണിന്റെ അടവെല്ലാം അടയ്ക്കുന്നത് അവൻ തന്നെയാണ്. അവൻ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ അവൻ പാർട്ട് ടൈം ജോലിക്കും പോയി തുടങ്ങി. പഠിത്തവും ജോലിയും എല്ലാം കൂടെ അവന് നിന്നു തിരിയാൻ നേരമില്ലായിരുന്നു. അതിനിടയിൽ പണ്ടത്തെ പോലെ അവളോട് സംസാരിക്കാനും കൂട്ടുകൂടാനും ഒന്നും സമയം കിട്ടിയില്ല. പക്ഷേ അപ്പോഴും അവളെ അവൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളിൽ നിന്നും അകന്നു തുടങ്ങിയപ്പോഴാണ് താൻ അവളോട് വല്ലാതെ അടുത്തിരുന്നു തന്റെ ലോകം പോലും അവളിലേക്ക് ചുരുങ്ങിപ്പോയിരുന്നു എന്നവന് തോന്നിയത്. കുടുംബത്തിലെ ബാധ്യതകൾക്കിടയിൽ അവളെ തന്നെ ഓർത്തിരുന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയപ്പോൾ മനഃപൂർവ്വം അവളിൽ നിന്നകന്നു. അവളെ ഇഷ്ടമല്ലാത്തതുകൊണ്ടോ വേണ്ടാത്തതുകൊണ്ടോ അല്ല, എന്തോ അങ്ങനെ തോന്നി. ഇപ്പോൾ 1 വർഷമാകാനായി ഗവൺമെന്റ് ജോലിയിൽ കയറിയിട്ട്. റാങ്ക് ലിസ്റ്റിൽ കയറിയെങ്കിലും നിയമനം കിട്ടാൻ അല്പം വൈകി. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലാണ്. പിന്നീട് ജോലി തിരക്കും മറ്റുമായി അവളോട് അധികം സംസാരിക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ അധികവും ഗൗരവത്തിലായിരിക്കും. ആദ്യം അവൾ എന്തുപറ്റി എന്നൊക്കെ ചോദിച്ച് പിന്നാലെ നടന്നെങ്കിലും പിന്നീട് ആ ചോദ്യവും പറച്ചിലുമൊക്കെ അവൾ നിർത്തി. അവൾക്കും അറിയാമായിരുന്നു പണ്ടത്തെപ്പോലെ കളിച്ചു നടക്കുന്ന പ്രായമല്ല ഇതെന്ന്. ഉത്തരവാദിത്തം കൂടുമ്പോൾ പണ്ടത്തെപ്പോലെ കളി പറയാനും തമാശ പറയാനും ഒന്നും പറ്റില്ലെന്ന് അവൾക്കും അറിയാം. ഇതിനിടയിൽ അവൾ പറയാതെ തന്നെ താൻ അറിയുന്നുണ്ടായിരുന്നു അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന്. പറയാതെ പറയുന്ന ഒരു പ്രണയമുണ്ടല്ലോ, അത് തന്നെ. തനിക്ക് എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നാൽ തന്നെ അരികിലേക്ക് വരില്ലെങ്കിലും അവിടെയും ഇവിടെയും ചുറ്റിപ്പറ്റി അവൾ നിൽക്കുന്നത് കാണാം. പിന്നെ തനിക്ക് മാറുന്നതുവരെ അമ്മയെപ്പോലെ തന്നെ വെപ്രാളമായിരിക്കും അവൾക്കും. പക്ഷേ തന്റെ ഇഷ്ടം എന്തുകൊണ്ട് അവളോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അത് തനിക്ക് അവളിലുള്ള വിശ്വാസമാണ്. ഇപ്പോൾ അവൾക്ക് ചോദിക്കാനും പറയാനും തങ്ങൾ മാത്രമേ ഉള്ളൂ. അവൾക്കാണെങ്കിൽ തന്നെ ഇഷ്ടവുമാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം അവളെ ആരും പൊത്തിക്കൊണ്ടു പോവില്ലെന്ന് തനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ച് അധികം നാളായിരിക്കുന്നു തന്റെ വിവാഹകാര്യം അമ്മയും ചേച്ചിയും ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട്. അത് കേൾക്കുമ്പോൾ തനിക്ക് വല്ലാതെ ആകുന്നത് പോലെ അവൾക്കും വേദനിക്കുന്നുണ്ടെന്ന് അറിയാം. ഇനി അധികം വൈകിച്ചുകൂടാ. അമ്മയോട് ഇതേപ്പറ്റി പറയണം. അവൾക്കു വേണ്ടി അമ്മ എന്നോ കല്യാണം ആലോചിച്ചു തുടങ്ങിയതാണ്. പക്ഷേ തന്നെപ്പോലെ തന്നെ അവളും എന്തെങ്കിലും പറഞ്ഞ് അതിൽ നിന്നും ഒഴിഞ്ഞുമാറും. അമ്മയ്ക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷേ അതൊരു മോളോടുള്ള സ്നേഹം പോലെയാണ്. അതുകൊണ്ട് തന്നെ താൻ ഇത് പറയുമ്പോൾ അമ്മ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. അച്ഛമ്മയുണ്ടെങ്കിൽ അച്ഛമ്മയെ കൂട്ടുപിടിക്കാമായിരുന്നു, അവൻ ഓർത്തു. മുറിയിൽ വന്നു കിടന്നെങ്കിലും അവന് ഉറക്കം വന്നില്ല. ഹാളിലിരുന്ന് അമ്മയും അവളും ഭക്ഷണം കഴിക്കുകയാണ്. അവർ തമ്മിലുള്ള സംസാരം അകത്തേക്ക് കേൾക്കാം. അവൻ കുറച്ചു സമയം വെറുതെ ഫോണിൽ നോക്കിക്കിടന്നു. സമയം വീണ്ടും മുൻപോട്ട് പോയി. അടുക്കളയിൽ നിന്നും പാത്രങ്ങളുടെ ശബ്ദം കേട്ടു തുടങ്ങി. അമ്മ കിടന്നു കാണും. അമ്മയ്ക്ക് മുട്ടുവേദന ഉള്ളതുകൊണ്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കിയെങ്കിലും ശരിയായില്ല. അവൻ പതിയെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. വിചാരിച്ചതുപോലെ തന്നെ അമ്മ കിടന്നിട്ടുണ്ട്. അവൾ പാത്രം കഴുകുകയാണ്. കണ്ടാലറിയാം അവളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന്. അവൻ ചെന്ന് ഫ്രിഡ്ജിൽ നിന്നും ഒരു കുപ്പി തണുത്ത വെള്ളം എടുത്തു കുടിച്ചു.
അച്ചൂ, അവൻ പതിയെ വിളിച്ചു. പുറകിൽ നിന്നും അവന്റെ ശബ്ദം കേട്ടതും അവളൊന്ന് ഞെട്ടി. പിന്നെ തിരിഞ്ഞു നോക്കി. നീ എന്താ ഈ ലോകത്തൊന്നുമല്ലേ? അവളുടെ ഞെട്ടലറിഞ്ഞ് അവൻ ചോദിച്ചു. അത് ഞാൻ. ജിത്തേട്ടൻ എന്താ വന്നേ? ഒന്നുമില്ല, ഞാൻ വന്നപ്പോൾ നീ എന്തോ ചിന്തിച്ചു നിൽക്കുന്നു, അതാ വിളിച്ചു നോക്കിയത്. അവളൊന്നും പറഞ്ഞില്ല, വെറുതെ അവനെ നോക്കി നിന്നു. പണ്ട് തന്നോട് നിർത്താതെ സംസാരിച്ചിരുന്നവളാണ്. ഇപ്പോൾ ചോദിക്കുന്നതിന് മാത്രമേ ഉത്തരം പറയാറുള്ളൂ. അല്ല, താനും അങ്ങനെ തന്നെയാണല്ലോ. പരസ്പരം സംസാരിക്കാൻ പോലും തങ്ങൾക്കിടയിൽ ഒന്നുമില്ലാതായിരിക്കുന്നു. നിന്റെ പണി കഴിയാനായില്ലേ? ബാക്കി നാളെ ചെയ്യാം, ചെന്ന് കിടന്നോ. സിങ്കിലെ കഴുകാനുള്ള ബാക്കി പാത്രങ്ങളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. ആ, ഇതുകൂടിയേ ഉള്ളൂ. ഞാൻ ചെയ്യണോ? അവൻ ചോദിച്ചതും അവൾ അവനെ കണ്ണുകൾ വിടർത്തി നോക്കി. അങ്ങനെയൊരു ചോദ്യം അവനിൽ നിന്നും അവൾ പ്രതീക്ഷിച്ചേയില്ലായിരുന്നു. അവൻ അങ്ങനെ ചോദിച്ചതിൽ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. വേണ്ട, ഇതിപ്പോൾ തീരും, ഞാൻ ചെയ്തോളാം. അവൾ അതും പറഞ്ഞുകൊണ്ട് വീണ്ടും വേഗത്തിൽ പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. അവൻ ചെന്ന് ഒരു ടീപ്പാനിൽ ചായക്കുള്ള വെള്ളം വെച്ച് ഗ്യാസ് കത്തിച്ചു. ജിത്തേട്ടന് ചായ വേണോ? ഞാൻ വെക്കാം. അവൾ പാത്രം കഴുകുന്നത് നിർത്തി അവനോട് പറഞ്ഞു. വേണ്ട, നീ നിന്റെ പണി നോക്കിക്കോ, ഇത് ഞാൻ ചെയ്തോളാം. അവൻ അതും പറഞ്ഞുകൊണ്ട് അവന്റെ പണിയിൽ ശ്രദ്ധിച്ചു. ജിത്തേട്ടന് തലവേദനയാണോ? കുറവില്ലേ? ചോദിക്കുമ്പോൾ അവൾക്ക് ചെറിയൊരു മടിയുണ്ടായിരുന്നു. ആ ചോദ്യം കേട്ട് അവനൊന്ന് അവളെ തിരിഞ്ഞു നോക്കി. ഇവളെങ്ങനെ അറിഞ്ഞു? ചിലപ്പോൾ അമ്മയോട് പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും. ഇപ്പോ ഇല്ല, മാറി. അവൻ അതും പറഞ്ഞ് വീണ്ടും തിരിഞ്ഞു നിന്നു. അവൾ പിന്നെ ഒന്നും ചോദിച്ചില്ല, വേഗം പാത്രങ്ങൾ കഴുകുന്നത് തുടർന്നു. അവൻ ശർക്കരക്കാപ്പിയാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോഴേക്കും അവൾ അവളുടെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിരുന്നു. അവൻ ആ കാപ്പി 2 ഗ്ലാസ്സിലായി ഒഴിച്ചു. അവൾ അതെല്ലാം അവനരികിൽ നിന്ന് നോക്കി കാണുകയാണ്. ശേഷം അവൻ കാപ്പി വെച്ച പാത്രം കഴുകാൻ തുടങ്ങിയതും അവൾ ചെന്ന് വേഗം അത് കയ്യിൽ വാങ്ങാൻ നോക്കി. ഇങ്ങുതാ, ഞാൻ ചെയ്യാം. വേണ്ട, ഇതെനിക്ക് ചെയ്യാനേ ഉള്ളൂ. അവൻ വേഗം അത് കഴുകിയെടുത്തു. ശേഷം ഒരു ഗ്ലാസ് കാപ്പിയെടുത്ത് ചുണ്ടോട് ചേർത്തു. എന്ത് നോക്കി നിൽക്കുക? തണുക്കുന്നതിന് മുൻപേ എടുത്തു കുടിക്കാൻ നോക്ക്. അവളെ നോക്കി അതും പറഞ്ഞ് അവൻ ഹാളിലേക്ക് ചെന്നു. അവൻ അങ്ങ് പോയിട്ടും അവൾ അവൻ പോയ വഴിയെ നോക്കി നിൽക്കുകയാണ്. അവൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. വർഷങ്ങൾക്ക് മുൻപുള്ള അവനെ അവൾക്ക് തിരിച്ചു കിട്ടുന്നതായി തോന്നി. അവൾ പതിയെ ആ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു. അതിന് വല്ലാത്തൊരു മധുരമുള്ളതായി അവൾക്ക് തോന്നി. ചിലപ്പോൾ അവൻ ഉണ്ടാക്കി ഗ്ലാസ്സിൽ ഒഴിച്ചു തന്നതുകൊണ്ടാകാം. അവൻ ആ ഗ്ലാസും കൊണ്ട് നേരെ ചെന്ന് TV ഓൺ ചെയ്ത് ഹാളിൽ സെറ്റിയിലിരുന്നു. നോട്ടം TVയിലാണെങ്കിലും അവന്റെ ചിന്തയും മനസ്സും ഇപ്പോഴും അവളുടെ അടുത്തു തന്നെയാണ്. അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൾക്ക് ആ വീട്ടിൽ സ്വന്തമായി ഒരു മുറിയുണ്ട്. എങ്കിലും അവൾ അധികവും അവന്റെ അമ്മയുടെ കൂടെയാകും കിടക്കുന്നത്. അവൾ കാപ്പി കുടിച്ച് ഗ്ലാസും കഴുകി വെച്ച് മുറിയിലേക്ക് വരുമ്പോൾ ഹാളിൽ അവനിരുന്ന് TV കാണുകയാണ്. കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ മുറിയിൽ വന്നു കിടന്നു. അവന്റെ അമ്മ ഉറക്കം പിടിച്ചു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ പതിയെ അവരെ ഉണർത്താതെ കട്ടിലിന്റെ ചുമരുവശം കയറി കിടന്നു. അവൾക്കെന്തോ ഇന്ന് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അവൾ ഗീതാമ്മയുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു കിടന്നു. നീ ഇന്ന് ഇവിടെയാണോ മോളെ? നിന്നെ കാണാതെ ഞാൻ കരുതി നീ അവിടെ കിടന്നിട്ടുണ്ടാകുമെന്ന്. അവളുടെ കയ്യിൽ ഒരു കൈ ചേർത്ത് വെച്ചുകൊണ്ട് ഗീതാമ്മ ചോദിച്ചു. ഞാൻ കുറച്ച് മെല്ലെയായിപ്പോയി പാത്രം കഴുകിയത്. അവൾ അതും പറഞ്ഞ് അവരിലേക്ക് ഒന്നുകൂടി ചേർന്നു കിടന്നു. അവരവളുടെ കൈയിലൂടെ പതിയെ തലോടി. അവരോട് ചേർന്ന് അങ്ങനെ കിടന്നപ്പോൾ ഒരു വേള അവളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ചുണ്ടിലെ ചിരി മാഞ്ഞു. തന്റെ മനസ്സിലെന്താണെന്ന് അമ്മയും ജിത്തേട്ടനും അറിഞ്ഞാൽ അവർക്ക് ഇപ്പോഴുള്ള സ്നേഹം തന്നോടുണ്ടാകുമോ? ജിത്തേട്ടന് ഏതൊക്കെയോ നല്ല ആലോചനയാ അമ്മ നോക്കുന്നത്. അവർക്കിടയിൽ ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത തനിക്ക് ജിത്തേട്ടനോട് ഇങ്ങനെയൊരു ഇഷ്ടം തോന്നിയെന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തിയെന്ന് പറയില്ലേ? ജിത്തേട്ടനെ മറക്കാനും തനിക്ക് പറ്റില്ലല്ലോ ദൈവമേ. അവൾക്കുള്ളിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു. നീ ഉറങ്ങിയോ അച്ചു? അല്പസമയം കഴിഞ്ഞ് ഗീതാമ്മ ചോദിക്കുന്നത് അറിഞ്ഞെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. ഉറങ്ങിയതുപോലെ കിടന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇപ്പോഴെന്തെങ്കിലും പറഞ്ഞാൽ താൻ കരയുന്നത് അമ്മയറിയും. അതുകൊണ്ടവൾ മിണ്ടാതെ കിടന്നു. ഗീതാമ്മ ഉറങ്ങുന്നതുവരെ അവരുടെ കൈകൾ അവളുടെ കൈമേൽ തലോടുന്നുണ്ടായിരുന്നു. അവളത് അറിഞ്ഞിരുന്നു. അതവളെ കൂടുതൽ സങ്കടപ്പെടുത്തി. ഒരുപാട് നേരത്തെ ചിന്തകൾക്കും നിശബ്ദമായ കരച്ചിലിനും ഒടുവിൽ അന്നവൾ ഉറങ്ങാൻ ഏറെ നേരം വൈകിയിരുന്നു.
കുറച്ചു നേരം കൂടി ടി വി കണ്ടിരുന്ന ശേഷം ടി വി ഓഫ് ചെയ്ത് ജിത്തു പതിയെ എഴുന്നേറ്റു. അടുക്കളയിൽ ചെന്ന് ഗ്ലാസ് കഴുകി വെച്ച ശേഷം അടുക്കളയിലെയും ഉമ്മറത്തെയും വാതിൽ അടച്ചിട്ടുണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തിയ ശേഷമാണ് അവൻ മുറിയിലേക്ക് വന്നത്. അവനും അന്നുറങ്ങാൻ ഏറെ നേരം വൈകിയിരുന്നു. അമ്മയോടിതെങ്ങനെ പറയും? പറഞ്ഞാൽ തന്നെ അമ്മ എന്തായിരിക്കും പറയുക എന്നൊക്കെ ഓർത്ത് അവൻ അങ്ങനെ കിടന്നു. എന്തായാലും പറയാതെ വയ്യ. എത്ര കാലം പറയാതിരിക്കാൻ പറ്റും? നാളെ തന്നെ അമ്മയോടിത് പറയണം. വരുന്നത് എന്തായാലും വരുന്നിടത്ത് വെച്ചു കാണാം. ആ രാത്രി അവനത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. എന്നത്തെയും പോലെ പിറ്റേന്ന് രാവിലെ ജിത്തുവും അച്ചുവും ജോലിക്ക് പോയി. അവന് കുറച്ചു ദൂരം ഓടിയെത്താനുള്ളതുകൊണ്ട് അച്ചു ജോലിക്ക് പോകുന്നതിനു മുൻപേ അവൻ പോകും. അവൾക്ക് അത്രയും നേരത്തെ പോകേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ഉച്ചക്കത്തേക്കുള്ള ഊണ് കൊണ്ടുപോകുന്നതുകൊണ്ട് ചോറിന്റെ പണിയെല്ലാം നേരത്തെ കഴിയും. പാചകമെല്ലാം അധികവും അമ്മ തന്നെ ചെയ്യും. എങ്കിലും അവളൊന്ന് സഹായിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. രാവിലെ കാര്യങ്ങളൊന്നും വിശദമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് തന്നെ രാത്രി വന്നിട്ട് പറയാമെന്ന് അവൻ കരുതി. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വെറുതെ ഒന്ന് കിടന്നതായിരുന്നു ഗീതാമ്മ. ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടാണ് എഴുന്നേറ്റത്. ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ കാണുന്നത് അവരുടെ മൂത്ത സഹോദരനെയാണ്. ആ ഏട്ടനോ? ഇതെന്താ ഒന്നും പറയാതെ പെട്ടെന്നൊരു വരവ്? അവർ വാതിൽ തുറന്നതും കൂടപ്പിറപ്പിനെ കണ്ട സന്തോഷത്തിൽ ചോദിച്ചു. അതെന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ മുൻകൂട്ടി പറയണോ? അയാൾ സഹോദരി പറഞ്ഞതിനെ വേറൊരു അർത്ഥത്തിലാണ് എടുത്തത്. അങ്ങനെയല്ല, ഞാൻ ചോദിച്ചെന്നേയുള്ളൂ. ഏട്ടൻ വരൂ. അവരയാളെ അകത്തേക്ക് വിളിച്ചു. ഏട്ടൻ ഊണ് കഴിച്ചിരുന്നോ? ഇല്ല, പഞ്ചായത്തിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയതാ വീട്ടീന്ന്. പിന്നെ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഹോട്ടലിലൊന്നും കയറിയില്ല. നേരെ ഇങ്ങോട്ട് പോന്നു. ആ, അത് നന്നായി. എന്നാ ഏട്ടൻ കൈ കഴുകിക്കോ, ഞാൻ ഊണെടുക്കാം. അവരതും പറഞ്ഞുകൊണ്ട് വേഗത്തിൽ അടുക്കളയിലേക്ക് ചെന്നു. നിമിഷ നേരം കൊണ്ട് മേശപ്പുറത്തെല്ലാം നിറഞ്ഞു. പച്ചക്കറിയും മീൻകറിയും ഉപ്പേരിയും മീൻ പൊരിച്ചതും. എന്നിട്ടും അവർക്കൊരു തൃപ്തി തോന്നിയില്ല. അവർ പ്ലേറ്റിലേക്ക് എല്ലാം വിളമ്പിക്കൊടുത്ത ശേഷം വേഗം ചെന്ന് 2 പപ്പടം കൂടി കാച്ചിയെടുത്തു. പിന്നെ ഉള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞ് അതിലേക്ക് തൈര് ഒഴിച്ച് ഉപ്പും ചേർത്തെടുത്തു. അതും കൂടി മേശപ്പുറത്തെത്തിയതും അയാളുടെ കണ്ണുകൾ വിടർന്നു. പെങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തതിൽ അയാൾക്ക് തൃപ്തി തോന്നി. അയാൾ പെങ്ങളെയൊന്ന് നോക്കി ചിരിച്ചു. ഇതൊന്നും വേണ്ടിയിരുന്നില്ല ഗീതേ. അയാൾ പറയണ്ടേ എന്ന് വിചാരിച്ച് വെറുതെ പറഞ്ഞു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഏട്ടൻ കഴിക്കൂ. അയാൾ പിന്നെയൊന്നും പറഞ്ഞില്ല. കഴിക്കുന്നത് തുടർന്നു. ഗീതാമ്മ ആ മേശയ്ക്കരികിൽ തന്നെയുള്ള വേറൊരു കസേരയിലിരുന്നു. ജിത്തുവിന്റെ കല്യാണം ഒന്നും നോക്കുന്നില്ലേ? കുറച്ചു കഴിഞ്ഞതും അയാൾ ചോദിച്ചു. ഉണ്ട് ഏട്ടാ, പക്ഷേ അവനിപ്പോ പെട്ടെന്നൊരു കല്യാണം വേണ്ടെന്നാ. അമ്മു ഒരാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അവളുടെ നാട്ടുകാരിയാ, നല്ല കുട്ടി. ഈ ഞായറാഴ്ച ഒന്ന് പോയി കണ്ടാലോ എന്നാ. ഗീതാമ്മ അത് പറഞ്ഞതും അയാൾ കഴിക്കുന്നതിനിടയിൽ തിരിഞ്ഞൊന്ന് അവരെ നോക്കി. എന്നിട്ട് നീ ഇതെന്താ എന്നോട് പറയാതിരുന്നേ? അയാൾ ചോദിച്ചു. അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല ഏട്ടാ. ആദ്യം പോവാൻ അവനൊന്ന് സമ്മതിക്കണ്ടേ? അവൻ സമ്മതിച്ചിട്ട് പറയാമെന്ന് കരുതി. അയാളൊന്ന് മൂളി. അവൻ സമ്മതിച്ചിട്ടില്ലല്ലോ? എന്നാ ഇനി അവനോട് ഈ കാര്യം പറയണ്ട. അയാൾ പറഞ്ഞതും ഗീതാമ്മ കാര്യം മനസ്സിലാവാതെ അയാളെയൊന്ന് നോക്കി. ഞാനൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ മായ തന്നെ. അതിന് മായയ്ക്ക് നല്ല ഏതോ ആലോചന വന്നിട്ടുണ്ടെന്ന് അന്ന് ഏട്ടത്തി പറഞ്ഞിരുന്നല്ലോ. ആ, അവളതൊക്കെ പറയും. പക്ഷേ ഞാനത് വേണ്ടെന്ന് വെച്ചു. നമ്മുടെ ജിത്തു ഇവിടെ ഉള്ളപ്പോ എന്തിനാ അവളെ വെറുതെ പുറത്തേക്ക് കൊടുക്കുന്നേ? അയാൾ അത് പറഞ്ഞതും ഗീതാമ്മയ്ക്ക് പെട്ടെന്ന് എന്ത് പറയണമെന്നറിഞ്ഞില്ല. പണ്ട് കഷ്ടപ്പെടുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണ്. അന്നൊന്നും ജിത്തുവിനില്ലാത്ത കുറ്റമില്ലായിരുന്നു. ഇപ്പോൾ ഗവൺമെന്റ് ജോലിക്കാരനായപ്പോൾ അവനെ വേണം. എന്താ എന്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ നിനക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എനിക്കെന്ത് ബുദ്ധിമുട്ട്? അവള് എനിക്കെന്റെ മോള് തന്നെയല്ലേ? ഗീതാമ്മ പറഞ്ഞു. ആ, അതെനിക്കറിയാം. അല്ല, അവൻ എപ്പോഴാ വരിക? നേരം ഒരുപാട് വൈകുവോ? ഇരുട്ടാവും. എന്നാ പിന്നെ നിനക്കും ഇഷ്ടമുള്ള സ്ഥിതിക്ക് അവൻ വരുമ്പോ നീ ഇതേക്കുറിച്ചൊന്ന് പറയ്. എന്നിട്ട് നമുക്കിതങ്ങ് എത്രയും പെട്ടെന്ന് നടത്തിയേക്കാം. അപ്പോ ശരി, ഞാൻ ഇറങ്ങുക. അതും പറഞ്ഞ് അമ്മാവൻ കഴിച്ചെഴുന്നേറ്റു. ഏട്ടാ, ഞാൻ പറയാം. പക്ഷേ അവന്റെ ജീവിതമല്ലേ. അവനിഷ്ടമാണെങ്കിൽ നമുക്ക് നടത്താം. ഗീതാമ്മ അങ്ങനെ പറഞ്ഞതും കൈ കഴുകുന്നതിനിടയിൽ അയാളൊന്ന് തിരിഞ്ഞ് അവരെ നോക്കി. എന്നുവെച്ചാ നിന്റെ മോന് എന്റെ മോളെ ഇഷ്ടമാകില്ലെന്നാ? അങ്ങനെയല്ല, അവന്റെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ.
അവൻ ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിലോ? അതുകൊണ്ട് ഏട്ടനിപ്പോ ഇതേപ്പറ്റി മായമോളോടൊന്നും പറയണ്ട. വെറുതെ കുട്ടിക്ക് ആശ കൊടുക്കണ്ടല്ലോ. എന്തായാലും ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. ഗീതാമ്മ പറഞ്ഞത് കേട്ട് അയാളൊന്ന് അവരെ തറപ്പിച്ചു നോക്കി. കുറച്ചു കാലമായി ഏതാലോചനയെക്കുറിച്ച് പറഞ്ഞാലും അവൻ ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അവന്റെ മനസ്സറിയാതെ ഒരു വാക്കു കൊടുക്കാൻ അവർക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് അവൻ. ഇനിയെങ്കിലും അവനിഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കണം. ഞാൻ അവളോട് പറഞ്ഞു. കേട്ടപ്പോൾ മുതൽ അവൾ സന്തോഷത്തിലാ. അവൾക്കും അവനെ ഇഷ്ടമുണ്ടായിരുന്നത്രേ. ഞാനിപ്പോ എന്താ എന്റെ കുട്ടിയോട് പറയുക? അവളുടെ മുറച്ചെറുക്കൻ കൂടിയല്ലേ അവൻ. ഏട്ടൻ ഇതെന്തു പണിയാ കാണിച്ചേ? അവനോടൊന്ന് ചോദിച്ചിട്ട് വേണ്ടേ അവളോട് പറയാൻ? എന്തായാലും ഞാൻ അവനോട് പറയാം. പക്ഷേ അവന്റെ ജീവിതമല്ലേ, അവനെ നിർബന്ധിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഗീതാമ്മ അങ്ങനെയൊരു ഉറച്ച മറുപടി പറയുമെന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല. അയാൾക്ക് ദേഷ്യം വന്നെങ്കിലും അയാളത് അടക്കിപ്പിടിച്ചു. ഇപ്പോൾ അവളോട് ദേഷ്യപ്പെട്ടാൽ അതു നല്ലതിനാവില്ല. മയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് അവളെ കൂടെ നിർത്തുന്നതാണ് നല്ലത്. എന്തായാലും നീ അവനോടൊന്ന് സംസാരിക്ക്, ഞാൻ ഇറങ്ങട്ടെ. അതും പറഞ്ഞ് അയാൾ ഉമ്മറത്തേക്ക് നടന്നു. ഏട്ടത്തിയോടും മായമോളോടും എന്റെ അന്വേഷണം പറയൂ. ഒരു ദിവസം അവരെ കൂട്ടി ഇങ്ങോട്ടിറങ്ങൂ, ഗീതാമ്മ പറഞ്ഞു. അയാൾ അതിനൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. അല്ല, ഇവിടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. ആ പെണ്ണ് വരാനായോ? മുറ്റത്തിറങ്ങിയ ആൾ എന്തോ ഓർത്ത പോലെ ചോദിച്ചു. ഇല്ല, ആവുന്നേ ഉള്ളൂ. അതിന്റെ ശമ്പളം നിന്റെ കയ്യിലല്ലേ കൊണ്ടു തരുന്നത്? എന്റെ കയ്യിലോ? എന്തിന്? ഞാനത് നോക്കാൻ പോകാറൊന്നുമില്ല. അവൾക്കും കാണില്ലേ അവളുടേതായ ആവശ്യങ്ങള്. അതുകേട്ട് അയാൾക്ക് ചൂടായി. ഇതാ ഞാൻ പറഞ്ഞേ, നിനക്ക് 5 പൈസയുടെ വിവരമില്ലെന്ന്. ഇത്ര കാലം അവളുടെ കാര്യങ്ങളെല്ലാം നോക്കി വലുതാക്കിയത് നിങ്ങളല്ലേ. അപ്പോ കാശ് എത്ര ചിലവായി കാണും. അതുകൊണ്ട് പെണ്ണിന് പണി കിട്ടിയ സ്ഥിതിക്ക് അതിന്റെ കയ്യിൽ നിന്നും കിട്ടുന്നതെല്ലാം പിടിച്ചു വാങ്ങി മുതലാക്കാൻ നോക്ക്, അയാൾ പറഞ്ഞു. പക്ഷേ അതിന് ഗീതാമ്മ ഒന്നും പറഞ്ഞില്ല. അവളെനിക്ക് എന്റെ അമ്മുവിനെ പോലെ തന്നെയാണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതിൽ തൂങ്ങി ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പറയാൻ തുടങ്ങും. വെറുതെ എന്തിനാ അതെല്ലാം? പിന്നെ വേറൊരു കാര്യം, രണ്ടിനും തൊട്ടാൽ തെറിക്കുന്ന പ്രായമാണ്. അതുകൊണ്ട് നിന്റെ ഒരു കണ്ണ് അവർക്ക് പിറകെ എപ്പോഴും വേണം. ആ പെണ്ണ് ചിലപ്പോ കൈയും കാലും കാണിച്ച് ചെക്കനെ പാട്ടിലാക്കാൻ നോക്കും. ഇനി പാട്ടിലായി പോയിട്ടുണ്ടോ എന്നൊക്കെ ആർക്കറിയാം. അല്ല ഗീതേ, അവര് തമ്മിൽ ഇനി ഇഷ്ടത്തിലെങ്ങാനും ആണോ? അതാണോ ചെക്കൻ ഇനി കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തേ? അല്ല, ഒരു വീടാണല്ലോ, അവർക്ക് എന്തും ആകാമല്ലോ. ആരറിയാനാ, ആര് സംശയിക്കാനാ? അയാൾ അത് പറഞ്ഞതും ഗീതാമ്മ അയാളെ ഒന്ന് തറപ്പിച്ചു നോക്കി. ആ നോട്ടത്തിൽ നിന്നും താൻ ആ പറഞ്ഞത് പെങ്ങൾക്കിഷ്ടമായില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. പെങ്ങളെ ഇനിയും മുഷിപ്പിക്കേണ്ടെന്ന് കരുതി പിന്നെയൊന്നും പറഞ്ഞില്ല. എന്നാ ശരി, ഞാൻ ഇറങ്ങാ. ഞാൻ പറഞ്ഞ കാര്യം നീ അവനോടൊന്ന് പറയ്. അതും പറഞ്ഞ് അയാൾ പതിയെ അവിടെ നിന്നും ഇറങ്ങി നടന്നു. എപ്പോഴെങ്കിലുമാണ് ഒന്ന് വരുന്നത്. എന്നാൽ അപ്പോഴും നിനക്കും മോനും സുഖമാണോ എന്നൊരു ചോദ്യമില്ല. അതും പോരാതെ മകനെപ്പറ്റി പറയാൻ പാടില്ലാത്തത് പറയുകയും ചെയ്യുന്നു. അവളെനിക്ക് എന്റെ മോള് തന്നെയാ. ആ എന്റെ മോനെയും മോളെയും എനിക്കറിയാം. ഇനി അവർക്ക് തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഒരിഷ്ടമുണ്ടെങ്കിൽ അന്തസ്സായി ഞാനത് നടത്തി കൊടുക്കുകയും ചെയ്യും. അയാൾ പോകുന്നത് നോക്കി നിൽക്കെ ആ സ്ത്രീ മനസ്സിൽ പറഞ്ഞു. അന്ന് ജോലി കഴിഞ്ഞു വരാൻ അവന് വലിയ ഉത്സാഹമായിരുന്നു. വീട്ടിലെത്തിയിട്ട് വേണം അവളോടുള്ള ഇഷ്ടത്തെപ്പറ്റി അമ്മയോട് പറയാൻ. അവന്റെ വണ്ടി മുറ്റത്ത് വന്നു നിന്നതും ഉമ്മറത്തു നിന്നും സന്ധ്യാവിളക്കും എടുത്തുകൊണ്ട് പോകുന്ന അവളെ ഒരു നോട്ടം കണ്ടു. വണ്ടിയിൽ നിന്നിറങ്ങി അകത്തേക്ക് ചെന്നതും അവളെയും അമ്മയെയും ഹാളിലൊന്നും കണ്ടില്ല. അടുക്കളയിൽ നിന്നും അവരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ നേരെ മുറിയിലേക്ക് ചെന്നു. കുളിച്ച് വേഷവും മാറ്റി തിരികെ ഹാളിലേക്ക് വരുമ്പോൾ അവനുള്ള ചായയും പലഹാരവും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. TV കണ്ടുകൊണ്ട് തന്നെ അവൻ അത് പതിയെ എടുത്തു കുടിക്കാൻ തുടങ്ങി. അവന്റെ നോട്ടം ഇടയ്ക്ക് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അമ്മ ഇത് എന്താ വരാത്തെ? അവൻ ചിന്തിച്ചു. ചിന്തിച്ചു തീരാൻ നേരമില്ലാതെ അമ്മയും അവിടേക്ക് വന്നു. അമ്മയുടെ കയ്യിലും ഒരു ഗ്ലാസ് ചായയുണ്ട്. അതും കൊണ്ട് അവർ അവന്റെ അടുത്ത് വന്നിരുന്നു. മോനെ ജിത്തു, അമ്മയ്ക്ക് മോനോടൊരു കാര്യം പറയാനുണ്ട്. അമ്മേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അവൻ പറയാൻ തുടങ്ങുമ്പോഴാണ് അമ്മ അത് പറഞ്ഞത്. അവൻ അമ്മയെ ഒന്ന് നോക്കി. ദൈവമേ, ഇനി അടുത്തത് ഏതാണാവോ? കല്യാണക്കാര്യം പറയാനായിരിക്കുമെന്ന് അവനുറപ്പായിരുന്നു. എന്താ അമ്മേ? അമ്മ പറഞ്ഞോ. അത് ഇന്ന് നിന്റെ വല്യമ്മാമ വന്നിരുന്നു. അതു കേട്ടതും അവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു.
കഷ്ടപ്പെടുന്ന കാലത്ത് ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത മനുഷ്യനാണ്. അതെല്ലാം അവന് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് എന്തിനാ വന്നേ? അവൻ വലിയ താല്പര്യമില്ലാതെ തന്നെ ചോദിച്ചു. ആ താല്പര്യമില്ലായ്മയിലേക്ക് ഗീതാമ്മ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന അച്ചു ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കുടുംബകാര്യമായതുകൊണ്ട് തന്നെ അവൾ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. അത് നിനക്ക് ഒരു ആലോചനയും കൊണ്ട് വന്നതാ. വേറെ ആരുടേതുമല്ല, നമ്മുടെ മായമോളുടെ തന്നെ. അമ്മ പറഞ്ഞതും ജിത്തു ഒന്ന് അവരെ നോക്കി. അടുക്കളയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന അച്ചുവും ഒന്ന് തറഞ്ഞു നിന്നു പോയിരുന്നു. അമ്മ ഇത് എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഏട്ടൻ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നു. നിന്നോട് പറയാനും പറഞ്ഞു. ഞാനത് നിന്നോട് പറഞ്ഞു. അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട്, നിനക്കിഷ്ടമാണെങ്കിൽ ഇത് നടക്കും. അല്ലാതെ നിനക്കിഷ്ടമില്ലാത്ത ഒരു കല്യാണത്തിന് നിർബന്ധിക്കാൻ എനിക്ക് പറ്റില്ലെന്ന്. അവൻ എന്തോ ദേഷ്യത്തിൽ പറയാൻ വന്നതും അതിനിടയിൽ കയറി അമ്മ പറഞ്ഞു. എനിക്കിഷ്ടമാണെങ്കിൽ നടക്കുമെന്ന് അമ്മ എന്തിനാ പറഞ്ഞത്? എനിക്കിഷ്ടമില്ലെന്ന് അങ്ങ് പറഞ്ഞൂടായിരുന്നോ? അത് എനിക്ക് എങ്ങനെയാ അപ്പോൾ തന്നെ പറയാൻ പറ്റുക? അപ്പോൾ ഏട്ടൻ വിചാരിക്കില്ലേ എനിക്ക് മായമോളെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണെന്ന്? എന്നിട്ടും ചോദിച്ചു, അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്. ഞാൻ പറഞ്ഞു, എനിക്കെന്ത് ബുദ്ധിമുട്ട്? പക്ഷേ അവന്റെ ജീവിതമല്ലേ, അവന്റെ ഇഷ്ടം കൂടി നോക്കണ്ടേ എന്ന്. അവൻ അമ്മ പറഞ്ഞത് കേട്ട് ദേഷ്യത്തിൽ ഇരിക്കുകയാണ്. വല്യമാമയെക്കുറിച്ച് കേൾക്കുന്നത് തന്നെ അവന് ദേഷ്യമാണ്. അപ്പോൾ പിന്നെ അയാളുടെ മോളെ കെട്ടുന്നതിനെപ്പറ്റി അവന് ചിന്തിക്കാൻ പറ്റുമോ? പിന്നെ മായമോളെ നമുക്കറിയില്ലേ, വല്യമാമയെപ്പോലെയൊന്നുമല്ല. അതൊരു പാവം കുട്ടിയാ. നീയും അവളും നല്ല കൂട്ടുമാണല്ലോ. അവളെ കെട്ടിയെന്ന് വെച്ച് നിന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും വരില്ല. അമ്മ മാമനെ വിളിച്ച് പറയട്ടെ നിനക്ക് സമ്മതമാണെന്ന്? അമ്മ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ ചോദിച്ചു വന്നതും അവൻ ആ കൈ എടുത്തു മാറ്റിയിരുന്നു. ഞാനും അവളും നല്ല കൂട്ടാണ് എന്നുവെച്ച് അത് കല്യാണം കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടല്ല. പിന്നെ എന്തിന്റെ പേരിലായാലും ഇനി ഞാനിവിടെ കല്യാണം കഴിക്കാതെ നിന്നു പോയാലും അയാളുടെ മോളെ കല്യാണം കഴിക്കേണ്ട ഗതികേട് എനിക്കില്ല. എനിക്ക് അയാളെ കാണുന്നത് തന്നെ വെറുപ്പാണ്. നമ്മളോട് ചെയ്തതും പറഞ്ഞതും എല്ലാം അമ്മ മറന്നിട്ടുണ്ടാവും. പക്ഷേ ഞാൻ മറന്നിട്ടില്ല. ഇപ്പോൾ ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോൾ അടുക്കാൻ വന്നിരിക്കുക. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അതൊക്കെ അമ്മയ്ക്ക് അറിയാം മോനെ. അമ്മ മോനെ നിർബന്ധിച്ചതല്ല. വല്യമാമ അങ്ങനെയൊക്കെ ആണെന്ന് വെച്ച് മായമോൾ എന്തു ചെയ്തു? അവള് നല്ലൊരു കുട്ടിയല്ലേ, അതാ അമ്മ അങ്ങനെ പറഞ്ഞത്. അത് പറയുമ്പോൾ ഗീതാമ്മയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് അവളോട് ഈ കല്യാണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുതൽ അവൾ സന്തോഷിച്ച് പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് ഏട്ടൻ പറഞ്ഞതാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ അവനോട് അങ്ങനെ പറഞ്ഞത്. പിന്നെ അമ്മയോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൻ അവന്റെ ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോഴാണ് അവന്റെ സുഹൃത്ത് അഖിൽ അങ്ങോട്ട് കയറി വന്നത്. എടാ നീ ഒന്ന് വന്നേ. അത് പറയുമ്പോൾ അഖിൽ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു. കൂടാതെ അവന്റെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളവും നിറഞ്ഞു നിന്നിരുന്നു. എന്താടാ, എന്തു പറ്റി? അവന്റെ മുഖം കണ്ട് ജിത്തു ടെൻഷനോടെ അവനോട് ചോദിച്ചു. ഗോകുലിന് ചെറിയൊരു ആക്സിഡന്റ്. ആശുപത്രിയിലാ. നീ വന്നേ, നമുക്കൊന്ന് അങ്ങോട്ട് പോവാ. അത് പറഞ്ഞതും എല്ലാവരും ഒന്ന് ഞെട്ടിയിരുന്നു. എപ്പോ പറ്റിയതാ? എന്താ സംഭവിച്ചേ? ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മ ആദിയോടെ ചോദിച്ചു. കുറച്ചു മുൻപാ. വിവരമൊന്നും അറിഞ്ഞിട്ടില്ല അമ്മേ. ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ, അഖിൽ പറഞ്ഞു. അപ്പോഴേക്കും ജിത്തു അകത്തു പോയി അവന്റെ ഫോണും വാലറ്റും എടുത്തു വന്നിരുന്നു. പോവാം, മുറിയിൽ നിന്നും വന്ന ജിത്തു അഖിലിനോട് പറഞ്ഞു. അമ്മേ, ഞങ്ങളൊന്ന് പോയിട്ട് വരാം. അവൻ അമ്മയോട് പറഞ്ഞ ശേഷം അഖിലിന്റെ പിന്നാലെ ഉമ്മറത്തേക്ക് നടന്നു. അമ്മയും അച്ചുവും അവരുടെ കൂടെ ഉമ്മറത്തേക്ക് ചെന്നിരുന്നു. വിവരമറിഞ്ഞാൽ വിളിക്കണേടാ, അമ്മ അവനോട് വിളിച്ചു പറഞ്ഞു. അവരുടെ വണ്ടി പോകുന്നത് നോക്കി നിൽക്കെ ഗീതാമ്മയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. അരുതാത്തതൊന്നും അവന് പറ്റല്ലേ എന്നവർ പ്രാർത്ഥിച്ചു. അച്ചുവിന്റെ മനസ്സും അതുപോലെ തന്നെയായിരുന്നു. ഗോകുലിനെ അവൾക്കറിയാം. ഇവിടെ എപ്പോഴും വരാറുണ്ട്. വരുമ്പോഴൊക്കെ തന്നെ കണ്ടാൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അവൾക്ക് ആലോചിക്കുമ്പോൾ പേടിയും സങ്കടവും തോന്നി. ഈ ടെൻഷന്റെ ചൂടിൽ നേരത്തെ അമ്മ അവനോട് പറഞ്ഞ കാര്യങ്ങൾ അവളുടെ നെഞ്ചിൽ കോരിയിട്ട തീ പതിയെ തണുത്തു പോയിരുന്നു. പിറ്റേന്ന് വൈകുന്നേരമാകാനായിട്ടുണ്ട് അവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ. വണ്ടി ഇറങ്ങി ഉമ്മറത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു മുറ്റത്ത് പരിചയമില്ലാത്ത 2-3 ചെരുപ്പുകൾ. അതാരാണെന്ന ചിന്തയിലാണ് അവൻ അകത്തേക്ക് കയറിയത്. അകത്തേക്ക് കയറിയതും കണ്ടു ഹാളിൽ ഇരിക്കുന്ന വല്യമാമയെയും മായയെയും അമ്മായിയെയും. അമ്മയും അവർക്കരികിൽ തന്നെ നിൽക്കുന്നുണ്ട്.
അവൻ മായയെയും അമ്മായിയെയും നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. വല്യമാമനെ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. ആ നീ വന്നോ? ഇതെന്താ ഇത്ര നേരം വൈകിയത്? ഞങ്ങൾ നിന്നെ ഇവിടെ കാത്തിരിക്കുന്നത് നിന്നോട് അമ്മ പറഞ്ഞില്ലേ? വല്യമാമൻ അവനെ കണ്ടതും അവനോട് ചോദിച്ചു. ആശുപത്രിയിൽ നിന്ന് തിരിയാൻ നേരമില്ലായിരുന്നു. അകത്തു കിടക്കുന്നവനെ ആലോചിച്ച് തീ തിന്നുകയായിരുന്നു. അതിനിടയിലാ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത്. അമ്മാവൻ ചോദിച്ചതിന് നല്ലത് പറയാൻ അവന്റെ നാവ് തരിച്ചു വന്നതാണ്. പക്ഷേ മായയും വല്യമ്മായിയും ഇരിക്കുന്നതുകൊണ്ട് മനഃപൂർവ്വം അവനൊന്നും പറഞ്ഞില്ല. അവൻ തന്റെ അമ്മയെ ഒന്ന് തറപ്പിച്ചു നോക്കി. അത് ഞാൻ പറഞ്ഞില്ലേട്ടാ, അവൻ ആശുപത്രിയിലായിരുന്നില്ലേ? അവിടെ എന്തേലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് അമ്മ വല്യമ്മാവനോട് പറഞ്ഞു. എങ്ങനെയുണ്ട് മോനെ അവന്? അമ്മ ചോദിച്ചു. തൽക്കാലം പേടിക്കാനൊന്നുമില്ല, പക്ഷേ ഐസിയുവിൽ തന്നെയാണ്. നിങ്ങളിരിക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അവൻ അതും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ഇന്നലെ അമ്മയോട് ഒന്നും പറയാൻ പറ്റിയില്ല. ഇന്ന് വന്നിട്ട് അമ്മയോട് പറയണം. എന്നിട്ടിതിലൊരു തീരുമാനമാക്കണമെന്ന് വിചാരിച്ചതാണ്. അതിനിടയിലാണ് ഇവര് കയറി വന്നിരിക്കുന്നത്. തീർച്ചയായും കല്യാണക്കാര്യം പറയാൻ തന്നെയായിരിക്കും വന്നത്. അവനൊരു വല്ലായ്മയോടെയാണ് കുളിക്കാൻ കയറിയത്. എന്താ ഏട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അവനോട് പറയാമെന്ന് പറഞ്ഞില്ലേ? അല്ലാതെ ഞാൻ എങ്ങനെയാ ഏട്ടത്തി അവനെ നിർബന്ധിക്കുന്നത്? കുളി കഴിഞ്ഞു വന്ന് വേഷം മാറി ഹാളിലേക്ക് പോകാൻ വേണ്ടി മുറിയുടെ വാതിൽ തുറക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഹാളിൽ നിന്നും ആ സംസാരം കേട്ടത്. അതുകൊണ്ട് തന്നെ അവനപ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. അവൻ മുറിയിൽ തന്നെ നിന്നു. എന്നാൽ നീ അവനെ നിർബന്ധിക്കേണ്ട. ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാര്യങ്ങളുടെ കിടപ്പ്. നിനക്ക് ഇവളെക്കൊണ്ട് അവനെ കെട്ടിക്കാനല്ലേ? പണ്ടേ ഞാൻ നിന്നോട് പറഞ്ഞു തന്നിട്ടില്ലേ ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കാൻ? അന്ന് നീ അത് കേട്ടില്ല. വകയിലെ ബന്ധമല്ലേ ഉള്ളൂ. എന്നിട്ട് സ്വന്തം മോളെപ്പോലെയാണെന്നൊക്കെ പറഞ്ഞ് നീ ഇവളെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തി. എന്നിട്ടിപ്പോ എന്തുണ്ടായി? നിന്റെ കയ്യിന്ന് കുറെ കാശ് പോയി എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഗുണമുണ്ടായോ? എന്തിന് ഇവൾ ജോലിക്ക് പോകുന്നില്ലേ? ആ കാശെങ്കിലും നിന്റെ കയ്യിൽ കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇവൻ കല്യാണം വേണ്ടെന്നു പറയുന്നതല്ല, ആളുകൾ ഇവനെ വേണ്ടെന്നു പറയുന്നതാണെന്നാണ്. ഇപ്പോൾ തന്നെ നാട്ടുകാര് പലതും പറയുന്നുണ്ട്. രണ്ടുപേരും ഒരു വീട്ടിലാണല്ലോ, അപ്പോൾ പലതും നടക്കുമല്ലോ. ഇവളെ ഇവിടെ ഇങ്ങനെ നിർത്തുന്ന കാലത്തോളം നിന്റെ മോന് നല്ലൊരു ആലോചന വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വല്യമാമ ബോധമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അമ്മയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നത് എന്ന് പറഞ്ഞ് വല്യമ്മായി അമ്മാവനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഒന്നും മിണ്ടാൻ കഴിയാതെ കണ്ണും നിറച്ചു നിൽക്കുന്ന ഒരുവളുടെ മുഖം അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. അവന് വല്ലാതെ ദേഷ്യം വന്നു. നീ എന്താ ഞാൻ ഇത്രയും പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? വേണമെങ്കിൽ ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കിക്കോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പും ചോറും തിന്ന് ഇവിടെ നിന്ന് നിന്റെ മോന്റെ തലയിൽ തന്നെ ഇവൾ തൂങ്ങും. ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവൾക്ക് എന്ത് തോന്നിവാസവുമാകാമല്ലോ. ജിത്തുവിന്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി. ആ ദേഷ്യത്തിൽ തന്നെ അവൻ വാതിൽ തുറക്കാൻ പോകുമ്പോഴാണ് അമ്മയുടെ ശബ്ദം അവിടെ അലയടിച്ചത്. മതിയേട്ടാ, ഇനി എന്റെ മക്കളെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. നാട്ടുകാര് എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് അതൊന്നും ഒരു വിഷയമേയല്ല. എന്റെ അമ്മുവിനെപ്പോലെ തന്നെയാണ് എനിക്കവള്. അതുകൊണ്ട് എന്റെ മോനെയും മോളെയും എനിക്കറിയാം. ഇനി നാട്ടുകാർ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കി എന്റെ മോൻ കാരണം അവൾക്കൊരു ചീത്തപ്പേരുണ്ടായാൽ എന്റെ മോൻ തന്നെ അവളെ കെട്ടിക്കോളും. ഇനി അവർക്കുള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഒരിഷ്ടമുണ്ടെങ്കിൽ തന്നെ അത് നടത്തിക്കൊടുക്കാൻ എനിക്ക് ആരുടെയും സമ്മതവും വേണ്ട. അമ്മയുടെ വാക്കുകൾ അവനെ കുറച്ചൊന്ന് തണുപ്പിച്ചു. അമ്മ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയെല്ലാം പറഞ്ഞിട്ടും കേട്ടുനിന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് തീർച്ചയായും അവൻ അമ്മയോട് ദേഷ്യപ്പെട്ടേനെ. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളെല്ലാം ഒരു കെട്ടായി. ഞാനും എന്റെ മോളും പുറത്ത്. എന്നാ പിന്നെ നാട്ടുകാർ പറയുന്നത് പോലെ നീ ഈ പിഴച്ചവളെ തന്നെ കുടുംബത്തിൽ താമസിപ്പിച്ചോ? അതേ നന്നാവൂ. നിങ്ങൾക്ക് അതേ ചേരൂ. ഒരു നോട്ടം കൊണ്ട് പോലും ആരെയും ശല്യപ്പെടുത്താത്തവൾ. ആ അവളെ പിഴച്ചവൾ എന്ന് വിശേഷിപ്പിച്ചത് ജിത്തുവിന് ഒട്ടും ദഹിച്ചില്ല. അവൻ ദേഷ്യത്തിൽ വാതിൽ തുറന്നു. മതി വല്യമാമ, നിർത്തിക്കോ. പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ ഈ പോകുന്നേ? എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും. പക്ഷേ ഇവളെ വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ സ്വഭാവം ഇതുപോലെയായിരിക്കില്ല. ജിത്തു അല്പം ഉച്ചത്തിൽ തന്നെയാണ് അത് പറഞ്ഞത്. ഇനിയും ഇവളെ പറഞ്ഞാൽ എന്താ? നീ എന്നെ തല്ലുവോ? ഇവൾ പിഴച്ചവളാണെന്ന് പറഞ്ഞാൽ നീ എന്നെ തല്ലുവോന്ന്? എന്നാൽ കേട്ടോ, ഇവൾ പിഴച്ചവളാണ്, പിഴച്ചവൾ. ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോട്ടെ. ഇത്തിൽക്കണ്ണി പോലെ കടിച്ചു തൂങ്ങി കിടക്കുന്നു, നാശം. വല്യമാമൻ അതും ചോദിച്ചുകൊണ്ട് അവന്റെ മുന്നിലേക്ക് ചെന്നു. അയാളുടെ വാക്കുകൾ അവനെ വല്ലാതെ ചൂട് പിടിപ്പിച്ചിരുന്നു.
അടിക്കണമെന്ന് അവൻ വിചാരിച്ചു കാണില്ല. എങ്കിലും അവൻ ദേഷ്യത്തോടെ തന്നെ അയാൾക്ക് മുൻപിലേക്ക് നടന്നതും ഗീതാമ്മ വേഗം അവനെ തടഞ്ഞു. "വേണ്ട ജിത്തു, ഈ മനുഷ്യൻ ഇങ്ങനെയാ. മനുഷ്യന്മാർക്ക് കേട്ടു നിൽക്കാൻ പറ്റാത്തതേ പറയുകയുള്ളൂ," അമ്മായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവർ എപ്പോഴോ വല്യമാമനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ പറയുന്നതൊന്നും അയാൾ കേൾക്കുന്നു കൂടി ഉണ്ടായിരുന്നില്ല. അവൻ ചുറ്റും ഒന്ന് നോക്കി. അച്ചുവിനെയും മായയെയും അവിടെ എങ്ങും കാണുന്നില്ല. അവൻ നേരെ അടുക്കളയിലേക്ക് നടന്നു. "കണ്ടോ, അവൻ ചെല്ലുന്നത് കണ്ടോ? അവളെ സമാധാനിപ്പിക്കാൻ പോവുകയായിരിക്കും," അമ്മാവൻ വീണ്ടും പറഞ്ഞു തുടങ്ങിയതും അവനൊന്ന് അയാളെ തറപ്പിച്ചു നോക്കി. അപ്പോഴേക്കും അമ്മായി അയാളുടെ കയ്യിൽ പിടിച്ച് അരുതെന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. അവൻ അടുക്കളയിലേക്ക് ചെന്നതും കണ്ടു ചുമര് ചാരി നിൽക്കുന്നവളെ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ആ ഓരോ തുള്ളി കണ്ണീരും തന്റെ ഹൃദയത്തെയാണ് ചുട്ടുപൊള്ളിക്കുന്നത് എന്ന് അവന് തോന്നി. ഇപ്പോൾ അവൾക്ക് എത്രമാത്രം നോവുന്നുണ്ടെന്ന് അവന് ചിന്തിക്കാമായിരുന്നു. അമ്മയെയും അച്ഛനെയും അവൾ തീർച്ചയായും ഓർത്തു കാണും. അവനൊന്നും പറഞ്ഞില്ല. നേരെ ഹാളിലേക്ക് തന്നെ തിരിച്ചു നടന്നു. അവൻ വന്നതും പോയതും അവൾ അറിഞ്ഞിരുന്നു. അവളുടെ സങ്കടം ഒന്നുകൂടി ഇരട്ടിച്ചു. അവൻ ഹാളിലേക്ക് വരുമ്പോഴാണ് മുറ്റത്തു നിന്നും മായ കയറി വന്നത്. ഒരു കോൾ വന്നപ്പോൾ പുറത്തേക്ക് പോയതായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ അവിടെ നടന്ന സംസാരമൊന്നും അവൾ കേട്ടിരുന്നില്ല. അകത്ത് വല്ലാത്തൊരു നിശബ്ദത. നോക്കുമ്പോൾ തന്റെ അമ്മയും അവന്റെ അമ്മയും കരയുന്നുണ്ട്. അച്ഛന്റെയും ജിത്തുവിന്റെയും മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു. കാര്യമായിട്ട് എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് മായയ്ക്ക് മനസ്സിലായി. അച്ഛൻ വിവരമില്ലാതെ എന്തെങ്കിലും പറഞ്ഞു കാണും. അതുതന്നെയായിരിക്കും കാരണം, അവൾ ചിന്തിച്ചു. എന്താ പറ്റിയേ? എല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ അമ്മേ? എന്തിനാ അമ്മയും അമ്മായിയും ഇങ്ങനെ കരയുന്നേ? അവൾ ചോദിച്ചു. "ഒന്നുമില്ല, നമുക്കിറങ്ങാം. ഈ കല്യാണം നടക്കില്ല. നിന്നെ അവനിഷ്ടമല്ല. അവനിഷ്ടം വേറെ ചിലരെയാണ്. അത്ര തന്നെ കാര്യം," അതും പറഞ്ഞുകൊണ്ട് വല്യമ്മാവൻ ഉമ്മറത്തേക്ക് നടന്നു. നാത്തൂൻ ഇതൊന്നും കാര്യമാക്കണ്ട. ആ മനുഷ്യൻ ഇങ്ങനെയാ. വിവരമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അത് കേട്ടു നിൽക്കുന്നവരെ വേദനിപ്പിക്കുമെന്ന് ചിന്തിക്കില്ല. അതും പറഞ്ഞ് അവർ വേഗം അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ ചുമര് ചാരി കരഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് നിൽപ്പുണ്ട്. അവർക്ക് അവളെ മായയെപ്പോലെ തോന്നി. അവളുടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നേൽ അവൾക്ക് ഇങ്ങനെ വരുമായിരുന്നോ? ആരുമില്ലാത്തതുകൊണ്ടായിരിക്കില്ലേ ഇവിടെ നിൽക്കുന്നതും ഇതെല്ലാം കേൾക്കേണ്ടി വന്നതും? "അച്ചു, മോളിതൊന്നും കാര്യമാക്കേണ്ട. അമ്മാവൻ അങ്ങനെ പലതും പറയും. അതൊന്നും സത്യമല്ലാന്ന് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. മോള് കരയരുത്. അതൊന്നും ഓർത്ത് വെറുതെ മനസ്സ് വിഷമിക്കരുത്. അമ്മാവൻ പറഞ്ഞതിന് അമ്മായി മോളോട് മാപ്പ് ചോദിക്കുകയാ. അമ്മായിക്ക് അതേ പറ്റൂ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഇല്ലെങ്കിൽ പിന്നെ ഇനി അത് മതി." അവളുടെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് അമ്മായി അത് പറഞ്ഞു. അവളുടെ കണ്ണിൽ നിന്നും അപ്പോഴും കണ്ണുനീർ ധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ നിറഞ്ഞ കണ്ണുകൾക്കിടയിലും അമ്മായിയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. "എന്താ ജിത്തു, എന്താടാ പറ്റിയത്?" മായ അവനോട് ചോദിച്ചു. "ഒന്നുമില്ല. അതൊന്നും നീ കാര്യമാക്കണ്ട. ഇപ്പോൾ നീ ചെല്ല്." ഞാൻ എത്തിയിട്ട് നിന്നെ വിളിക്കാം. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്." അപ്പോഴേക്കും മുറ്റത്ത് ഓട്ടോ വന്നു നിന്നിരുന്നു. ജിത്തു തന്നെയാണ് ഓട്ടോ വിളിച്ചു കൊടുത്തത്. "മോനെ, അമ്മായി പോട്ടെ. നീ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അമ്മായിക്ക് എന്തു ചെയ്യാൻ പറ്റും?" അവർ വീണ്ടും അവനോട് പറഞ്ഞു. അവനൊന്ന് അവരെ നോക്കി പതിയെ ചിരിക്കാൻ ശ്രമിച്ചു. അവരുടെ നിസ്സഹായാവസ്ഥ അവന് അറിയാമായിരുന്നു. അവരങ്ങ് പോയതും അവൻ ഹാളിലേക്ക് വന്നു. കുറച്ചുനേരം ഒരേ ഇരിപ്പിരുന്ന ശേഷം നേരെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. അവൾ അപ്പോഴും കരയുകയാണ്. അവനൊന്ന് അവളെ നോക്കി ദീർഘശ്വാസം എടുത്തു. ശേഷം പതിയെ വിളിച്ചു. "അച്ചൂ." ആ വിളി അവളുടെ ഹൃദയത്തിലേക്കാണ് തറഞ്ഞു കയറിയത്. എങ്കിലും അവൾ ആ വിളി കേട്ടില്ല. അവളിൽ നിന്നും യാതൊരു അനക്കവുമില്ലെന്ന് കണ്ട് അവൻ വീണ്ടും വിളിച്ചു. "അച്ചൂ, നിന്നെയാ ഞാൻ വിളിക്കുന്നേ. നീ കേൾക്കുന്നില്ലേ?" അവന്റെ ശബ്ദം ഉയർന്നതും അവളൊരു ഞെട്ടലോടെ ഒന്ന് മൂളി. "വല്ലവരും എന്തെങ്കിലും പറയുന്നെന്ന് വെച്ച് നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? അയാൾക്ക് ഈ വീട്ടിലും എന്റെ മനസ്സിലും യാതൊരു സ്ഥാനവുമില്ലെന്ന് നിനക്കറിയില്ലേ? അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാ ഇങ്ങനെ കരയാൻ നിൽക്കുന്നേ? മര്യാദയ്ക്ക് കരച്ചിൽ നിർത്തിയേ, എന്നിട്ട് ആ കണ്ണ് തുടയ്ക്ക്." അവൻ പറഞ്ഞതും അവൾ പതിയെ കണ്ണുകൾ അമർത്തി തുടച്ചു. കണ്ണും മൂക്കുമെല്ലാം ആകെ ചുവന്നിരിക്കുന്നു. നോക്കിയേ, കണ്ണും മൂക്കുമെല്ലാം ആയൊരു കോലം. അവളുടെ മനസ്സൊന്ന് തണുത്തോട്ടെ എന്നു കരുതി അവൻ ഒരു കളിയാക്കലോടെ തന്നെ അവളെ നോക്കി പറഞ്ഞു. എന്നാൽ അതിനവളൊന്നും പറഞ്ഞില്ല. വേറെ ചിലതായിരുന്നു അവളുടെ നാവിൽ നിന്നും പുറത്തു വന്നത്. ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. എന്റെ പേരും പറഞ്ഞ് നിങ്ങളാരും തമ്മിലടിക്കരുത്."
ജിത്തേട്ടൻ മായേച്ചിയെ തന്നെ കല്യാണം കഴിക്കണം. നിങ്ങളുടെ കല്യാണത്തിന് ഞാനൊരു തടസ്സമാവില്ല. ഒരു താമസ സൗകര്യം റെഡിയായാൽ ഞാൻ ഇവിടുന്ന് മാറിക്കോളാം. അച്ചു പറഞ്ഞതും അവനൊന്ന് അവളെ തറപ്പിച്ചു നോക്കി. അവന്റെ മുഖം മാറി. ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയാണോ? നീ വേണോ എനിക്കത് പറഞ്ഞു തരാൻ? എന്റെ കാര്യം തീരുമാനിക്കാൻ തൽക്കാലം എനിക്കറിയാം. അതിലാരും ഇടപെടേണ്ട. ജിത്തു അത്രമാത്രം പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ നിന്നും ഇറങ്ങിപ്പോയി. നീ വിഷമിക്കേണ്ട, അമ്മ അവളോട് സംസാരിച്ചോളാം. അവൾ അവളുടെ വിഷമത്തിന് ഓരോന്ന് പറയുന്നതാ. മോനിന്ന് ഇവിടെ നടന്നതൊന്നും മനസ്സിലേക്കെടുക്കേണ്ട. അവൾ ഇവിടെ നിന്നും എങ്ങോട്ടും പോകില്ല. അടുക്കളയിൽ നിന്നും വന്ന അവനെ നോക്കി അമ്മ പറഞ്ഞു. രാത്രി ഊണ് കഴിക്കുന്നതിനു മുൻപ് വെറുതെ ഒന്ന് കിടന്നതാണ് അവൻ. കണ്ണ് പതിയെ അടഞ്ഞു വന്നപ്പോഴാണ് ഫോൺ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ മായയുടെ കോളാണ്. ആ മായേ പറയ്. അവൻ ഫോൺ കാതോട് ചേർത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. കുറെ നേരത്തെ സംസാരത്തിനു ശേഷം അവൻ കോൾ കട്ടാക്കിക്കൊണ്ട് ഹാളിലേക്ക് വന്നു. അവന് വല്ലാത്തൊരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. എല്ലാം കൂടെ എന്തു ചെയ്യുമെന്ന് അറിയാത്തൊരവസ്ഥ. അവൻ കണ്ണടച്ച് സെറ്റിയിൽ ഇരുന്നു. അപ്പോഴാണ് അച്ചു അവിടേക്ക് വന്നത്. ജിത്തേട്ടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ജിത്തേട്ടൻ മായേച്ചിയെ കല്യാണം കഴിക്കണം. ഇല്ലെങ്കിൽ ഞാൻ കരുതും ഞാനാണ് ഇതിനെല്ലാം കാരണമെന്ന്. എനിക്ക് വേണ്ടി ജിത്തേട്ടൻ മായേച്ചിയെ കല്യാണം കഴിക്കണം. അവൾ അവന്റെ അരികിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു. അതുവരെ കണ്ണു തുറക്കാതിരുന്ന ജിത്തു അവളെ കണ്ണു തുറന്നു നോക്കി. കണ്ണു തുറന്നതും കാണുന്നത് അവളുടെ നിറഞ്ഞ കണ്ണുകളാണ്. അതവനെ വീണ്ടും തളർത്തി, വേദനിപ്പിച്ചു, കൂടുതൽ പ്രയാസത്തിലാക്കി. അവൻ അവളെയൊന്ന് നോക്കി. ആ നോട്ടം തന്റെ ആത്മാവോളം ആഴ്ന്നിറങ്ങുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവന്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ട്. അവൾ വേഗം അവനിൽ നിന്നും നോട്ടം മാറ്റി. കുറച്ചു മുൻപ് മായ പറഞ്ഞ വാക്കുകൾ അവന്റെ കാതിൽ വന്നു നിറഞ്ഞു. അമ്മേ, എനിക്ക് മായയെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് വല്യമാമയോട് പറഞ്ഞേക്ക്. വെച്ചു നീട്ടേണ്ട. ഇപ്പൊ തന്നെ പറഞ്ഞേക്ക്. ഇനി ഞാൻ കാരണം ആരും ആരുടെയും വെറുപ്പ് സമ്പാദിക്കണ്ട. പക്ഷേ പെട്ടെന്ന് പറ്റില്ല. എനിക്കൊരു 2 മാസത്തെ സമയം വേണം. അവളുടെ മുഖത്തു നിന്നും നോട്ടം മാറ്റാതെയാണ് അവനത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവനത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തുണ്ടായ ഞെട്ടൽ അവൻ കണ്ടതാണ്. പാവത്തിന്റെ നെഞ്ചു പിളർന്നു പോയിട്ടുണ്ടാകുമെന്ന് അവന് തോന്നി. എല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു ഗീതാമ്മ. കുറച്ചു സമയം കൊണ്ട് തന്നെ അച്ചുവിനെ ജിത്തുവിനെക്കൊണ്ട് കെട്ടിച്ചാലോ എന്നുവരെ അവർ വിചാരിച്ചിരുന്നു. എന്തായാലും ഇങ്ങനെയൊരു പറച്ചിലുണ്ടായി. അവൾക്കൊരു കൂട്ട് വേണം, അവനും ഒരു കൂട്ട് വേണം. എന്നാൽ പിന്നെ അവർക്ക് 2 പേർക്കും ഒരുമിച്ച് ജീവിച്ചുകൂടെ എന്നൊരു ചിന്ത അവരിലുണ്ടായിരുന്നു. അവനോട് ഇതേക്കുറിച്ച് പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പറച്ചിലുണ്ടായിരിക്കുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ താൻ പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചേനെ. പക്ഷെ ഇപ്പോൾ അതിന് പറ്റുന്നില്ല. അല്പനേരത്തേക്കെങ്കിലും അച്ചുവിനെ അവന്റെ പെണ്ണായി വിചാരിച്ചു പോയതുകൊണ്ടാകാം അവർക്കുള്ളിൽ വല്ലാത്തൊരു വേദന നിറഞ്ഞു വന്നു. ഇപ്പോൾ നിനക്ക് സമാധാനമായോ? സന്തോഷമായോ? അല്ലെങ്കിലും നീ എപ്പോഴെങ്കിലും നിന്റെ സന്തോഷത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നിന്നെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഈ എന്നെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഉണ്ടായിരുന്നേൽ ഒരിക്കലും നീ ഇങ്ങനെ പറയില്ലായിരുന്നു. ചിലതൊന്നും ഉള്ളിൽ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. വല്ലപ്പോഴെങ്കിലും പുറത്തേക്ക് കാണിക്കണം. എനിക്കും പറ്റിയ തെറ്റ് അത് തന്നെയാ. ഈ കാര്യത്തിൽ നീയും ഞാനും ഒരുപോലെ തെറ്റുകാരാണ്. ആ, ഇതായിരിക്കും വിധി. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് പോകുമ്പോൾ അവൻ പറഞ്ഞതിന്റെ പൊരുൾ അവൾക്ക് മാത്രം മനസ്സിലാകുന്നതായിരുന്നു. അപ്പോൾ ജിത്തേട്ടനും തന്നെ ഇഷ്ടമായിരുന്നോ? അതാണോ ആ പറഞ്ഞതിന്റെ അർത്ഥം? അവളുടെ നെഞ്ച് വീണ്ടും പിളർന്നു. അവൾക്കൊന്ന് പൊട്ടിക്കരയാൻ തോന്നി. എന്നാൽ അവസാനം പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകാതെ നിൽക്കുകയായിരുന്നു ഗീതാമ്മ. അപ്പോഴും അവന്റെ നിറഞ്ഞ കണ്ണുകൾ അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്നു. അതവളെ കൂടുതൽ വേദനിപ്പിച്ചു.